സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ ഗാസ ഓപ്പറേഷൻ, ഗാസ സിറ്റിയിലേക്കുള്ള ഗ്രൗണ്ട് ഇൻവേഷൻ്റെ രണ്ടാം സ്റ്റെപ്പ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്ത വിവരം എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഗ്രൗണ്ട് ഇൻവേഷൻ വഴി ഏകദേശം 20% ഗാസയുടെ പ്രദേശങ്ങൾ ഗാസ സിറ്റിയുടെ പ്രദേശങ്ങൾ ഇസ്രായേൽ കയ്യിലാക്കിയിരുന്നു. അതിനുശേഷം വീണ്ടും അതിൻ്റെ ഒരു പ്രത്യേക ഏരിയ സെലക്ട് ചെയ്ത് അവിടെ ഏരിയൽ അറ്റാക്ക് ചെയ്ത് ഉയരം കൂടിയ മുഴുവൻ ബിൽഡിങ്സും തകർത്ത്, അതിനിടയിലൂടെ എടുത്തു പറയാവുന്ന രീതിയിലൊരു മോസ്കും തകർത്തുണ്ട്. അത് ഭീകരന്മാർ ഒളിച്ചിരിക്കുന്നു എന്ന് പ്രത്യേകമായി വിചാരിച്ചിരുന്ന ഒരു സ്ഥലമാണ്. നേരത്തെ മുതലേ അവിടെ ഭീകര സാന്നിധ്യമുണ്ടെന്ന് മനസ്സിലാക്കിയൊരു സ്ഥലമാണ്. ഗാസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മോസ്കുവാണ്. ആ മോസ്കും ഒക്കെ തകർത്ത് ഉയരമുള്ള മുഴുവൻ ബിൽഡിങ്സും തകർത്തതിന് ശേഷം വിസിബിലിറ്റി ക്ലിയർ ആക്കിയതിനു ശേഷം മാത്രം ടാങ്കുകൾ കൊണ്ടുള്ള മുന്നേറ്റമാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്ന മുന്നേറ്റം. അപ്പൊ അതിനു മുമ്പ് തന്നെ അവിടുന്ന് ബഹുഭൂരിഭാഗം ആളുകളും ഒഴിഞ്ഞു പോയിരുന്നു. കാരണം അതൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന് നോട്ടീസ് കൊടുത്തിട്ട് തന്നെയാണ് അവിടെ ബോംബിംഗ് ഒക്കെ നടത്തിയിട്ടുള്ളത്. ബോംബിംഗ് പോലും എയർ ഡ്രോപ്പ് ബോംബിങ്ങിനേക്കാൾ ഏറെ റോബോട്ട്സ് ഉപയോഗിച്ച് വലിയ ബിൽഡിങ്സിന്റെ ചുവട്ടിൽ ബോംബുകൾ പ്ലാന്റ് ചെയ്ത് ആ ബിൽഡിങ്ങുകളെ കൊളാപ്സ് ചെയ്യിക്കുന്ന രീതിയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ബോംബ് മുകളിൽ നിന്നിട്ട് ബിൽഡിങ്സിനെ പൊടിക്കുന്ന രീതിയല്ല. ബിൽഡിങ്ങിന്റെ ചുവട്ടിൽ കൊണ്ടുപോയിട്ട് ബോംബുകൾ പ്ലാന്റ് ചെയ്തിട്ട് സാധാരണ ബിൽഡിങ്ങുകൾ, ടവർ ലൈക്ക് ബിൽഡിങ്ങുകൾ എങ്ങനെയാണോ തകർക്കുന്നത് അതേ രീതിയിൽ തന്നെ അപ്പോൾ തകരുമ്പോൾ ഇങ്ങനെ നേരെ താഴോട്ട് വീഴും. ആ രീതിയിലാണ് ബിൽഡിങ്സ് ഒക്കെ തകർത്തിട്ടുള്ളത്. നമുക്കതിന്റെ വിഷ്വൽസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ഏരിയൽ അറ്റാക്കിന്റെ കൂടെ ഗ്രൗണ്ട് അപ്പോൾ തന്നെ റോബോട്ട്സിനെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗ്രൗണ്ട് അറ്റാക്കുകളും നടത്തുന്നുണ്ട്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ഇൻവേഷനാണ്. മനുഷ്യര് ടാങ്കില് IDFന്റെ പട്ടാളക്കാര് ഈ ഏരിയയിലേക്ക് വളരെ സ്ലോ ആയിട്ട് മുന്നേറാണ്. അപ്പൊ അത് ഓടി അങ്ങോട്ട് കയറാൻ പറ്റില്ല, കാരണം ആ ഏരിയ മുഴുവൻ മൈൻ ചെയ്തിരിക്കുകയാണ്. ഇനിയും മനുഷ്യ ബോംബുകളായി പൊട്ടിത്തെറിക്കാൻ റെഡിയായി നിൽക്കുന്ന ഹമാസിന്റെ ഭീകരപ്രവർത്തകരോടെയുണ്ട്. അവരുടെ മാളങ്ങളുണ്ട്. ഏത് നിമിഷവും ഒരു ഭീകരൻ മുൻപിൽ ചാടി വീഴാം എന്നുള്ള പ്രതീക്ഷയോടെ തന്നെ ഈ ഗ്രൗണ്ട് അറ്റാക്ക് സ്ലോ ആയിട്ട് പ്രോഗ്രസ് ചെയ്യാണ്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എയർ അറ്റാക്ക് ഉണ്ട്, നേവൽ അറ്റാക്ക് ഉണ്ട്. നമുക്കറിയാവുന്ന പോലെ ഗാസ എന്ന് പറയുന്ന ഈ ഗാസ എന്ന് പറയുന്ന എൻ്റയർ സ്ട്രിപ്പിന്റെ ഒരു ബോർഡർ മധ്യാർണ്യാഴിയാണ്. അപ്പൊ ആ ഭാഗത്തു നിന്നും അങ്ങോട്ട് ആളുകൾ കടന്നു പോകാതിരിക്കുന്നതിനും അവിടെ നിന്ന് പ്രത്യേകിച്ച് ഒന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നതിനും വേണ്ടി നേവൽ സപ്പോർട്ടും കൂടി വെച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഇൻവേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ സ്ലോ പ്രോഗ്രസ് ആണ്. ഇന്നത്തെ പത്രങ്ങളിലൊക്കെ നമ്മൾ അവിടെ നിന്നും ഗാസ സിറ്റിയിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ആളുകളുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ആ ചിത്രങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം മനസ്സിലാവും. അതിൽ നിന്ന് പട്ടിണി കൊണ്ട് ക്ഷീണിച്ച ഒരൊറ്റ മുഖം പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. അപ്പൊ അവിടെ പട്ടിണിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസ് പുറത്തുവിടുന്ന വീഡിയോ മുഴുവൻ ഫാബ്രിക്കേറ്റഡ് വീഡിയോസ് ആണ്. അതുപോലെ ഈ വാഹനങ്ങളിലൊന്നും ആളുകളെ കുത്തി നിറച്ച് വെച്ചിട്ടില്ല. ഈ വാഹനങ്ങളിലൊക്കെ സാധനങ്ങളാണ് പാക്ക് ചെയ്തിരിക്കുന്നത്. അതായത് ആളുകൾ ബഹുഭൂരിഭാഗവും പോയി കഴിഞ്ഞു. ഇനി അവിടെ ഉള്ളത് ഈ സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകൾ മാത്രമാണ് ആ പ്രദേശത്ത് ബാക്കിയുള്ളത്. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, അവസാനത്തെ ഒരു അറ്റാക്ക് വരുന്ന സമയത്ത് അവസാനം വരെ പിടിച്ചു നിൽക്കുക, അവസാനം വരുമ്പോൾ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുക എന്നുള്ളതാണ്. പലപ്പോഴും ഹമാസിനെ പേടിച്ചിട്ടാണ് ആളുകൾ ഒഴിഞ്ഞു പോകാത്തത്. കാരണം ഹമാസിന്റെ ഹ്യൂമൻ ഷീൽഡാണത്. ഈ ഹ്യൂമൻ ഷീൽഡ് പോയി കഴിഞ്ഞാൽ തങ്ങൾ എക്സ്പോസ്ഡ് ആവുമെന്നും തങ്ങൾ കൊല്ലപ്പെടുമെന്നും അവർക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഗാസയിൽ നിന്ന് ആളുകൾ പോവാതിരിക്കാൻ വേണ്ടി ഗാസയിലെ ആളുകളെ തോക്കിൻമുനയിൽ തന്നെയാണ് ഹമാസ് അവിടെ നിർത്തിയിരിക്കുന്നത് എന്നതും ഉറപ്പാണ്. അതുകൊണ്ടാണ് ഗാസയിൽ നിന്ന് ഓടുന്ന സമയത്ത് അവരുടെ മുഖത്ത് ഈ പറയുന്ന ആഹ്ലാദം കാണുന്നത്. കാരണം ഹമാസിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് എന്നുള്ളൊരു ആശ്വാസം പല മുഖങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം മരണമാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് എന്താ സംഭവിക്കാന്നുള്ള അവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർക്ക് ഇത്രയും കൂടുതൽ ആളുകളാണ്, 10-20 ലക്ഷം മനുഷ്യരുണ്ട്. എന്താ എറിഞ്ഞു കളയാനൊന്നും പറ്റില്ല. അവർക്കൊരു ജീവിത സാഹചര്യം ഒരുക്കി കൊടുത്തേ പറ്റൂ. അപ്പം പ്രതീക്ഷയില്ലാത്തൊരു കാര്യത്തിലേക്കല്ല പോകുന്നത്. ഒരു ജീവിത സാഹചര്യം ഒരുക്കപ്പെടും. ആദ്യത്തെ അത്യാവശ്യം ഹമാസിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ വേറെ ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന 2 നേഷൻ തിയറി എന്ന് പറയുന്ന കാര്യം പലപ്പോഴും ചർച്ചയിൽ വരുമ്പോഴും ഈ 2 നേഷൻ തിയറി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളത് ആരാണ്? ഈ 2 നേഷൻ തിയറി ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുള്ളത് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി മാത്രമാണ്. പാലസ്റ്റീനിൽ ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ പാലസ്റ്റീനുകൾക്ക് 2 നേഷൻ തിയറി അക്സെപ്റ്റബിൾ അല്ല. അവരെ സംബന്ധിച്ച പുഴ മുതൽ കടൽ വരെയാണ് അവരുടെ സ്ഥലം. ഇസ്രായേൽക്കാർക്കും 2 നേഷൻ തിയറി അക്സെപ്റ്റബിൾ അല്ല. പുഴ മുതൽ കടൽ വരെയാണ് അവരുടേത്. പുഴ മുതൽ കടൽ വരെ എന്ന് പറഞ്ഞാൽ ജോർദാൻ മുതൽ മധ്യാരണ്യ വരെയുള്ള ഏരിയ. ദറ്റ് മീൻസ് ഇപ്പോൾ ഇസ്രായേലിന്റെ കയ്യിലുള്ള സ്ഥലം, വെസ്റ്റ് ബാങ്ക്, ഗാസ, ഇത് 3 ചേർന്ന സ്ഥലമാണ്. അപ്പൊ പാലസ്റ്റീനികളുടെ ഇടയിൽ എടുക്കുന്ന സർവേയിലും പറയുന്നത് 80% ആളുകളും പറയുന്നത് 2 നേഷൻ തിയറി ഇല്ല, ഇത് മുഴുവൻ ഞങ്ങളുടേതാണ്, അതുകൊണ്ട് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടണം. ഇസ്രായേൽക്കാർ പറയുന്നത് 90% ആൾക്കാരും പറയുന്നത് 2 നേഷൻ തിയറി ഇല്ല, ഇത് മുഴുവൻ ഞങ്ങളുടേതാണ്. അപ്പൊ അതുകൊണ്ട് ഈ 2 നേഷൻ തിയറി എന്ന് പറയുന്നത് അവിടെ തന്നെ പ്രായോഗികമല്ല. അപ്പൊ അതിലെ ശക്തൻ ജയിക്കുക എന്നുള്ളതല്ലാതെ ഇതിനകത്ത് വേറെ ഒന്നും ചെയ്യാനില്ല. ഇതൊരു പഞ്ചവസ്തി പിടിക്കുന്ന പോലത്തെ പരിപാടിയാണ്.
അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് പരസ്പരം കൊല്ലാൻ നിൽക്കുന്നു, ശക്തൻ ജയിക്കും, അത്രയും ഇതാണ് സംഭവിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റി വിചാരിക്കുന്നത് പോലെ ഒരു സമാധാന ചർച്ച കൊണ്ടോ ടേബിളിന് അപ്പുറത്തും ഇപ്പുറത്തിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടോ നീ പ്രശ്നം തീർക്കാൻ പറ്റില്ല. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ച് നമ്മളുടെ ഇന്നത്തെ കാര്യം. ഏറ്റവും രസകരമായി ഞാൻ കണ്ട അസോസിയേറ്റ് പ്രസ് റിപ്പോർട്ട് ചെയ്ത ഒരു ന്യൂസാണ്. അത് സൗദി അറേബ്യ പാകിസ്ഥാനുമായി ഒരു മ്യൂച്വൽ ഡിഫൻസ് പാക്ട് ഒപ്പിട്ടു എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അറബ് ഉച്ചകോടി നടന്ന കാര്യം പറഞ്ഞു. അറബ് ഉച്ചകോടിയിൽ അറബ് രാജ്യങ്ങൾ മാത്രമല്ല, അറബ് ഇസ്ലാമിക് ഉച്ചകോടിയാണ് ചേർന്നത്. അപ്പം ലോകത്തിലുള്ള എല്ലാ ഇസ്ലാമിക് രാജ്യങ്ങളുടെ തലവന്മാരും അവിടെ വന്നിരുന്നു. അപ്പൊ ഇറാനെ സംബന്ധിച്ച് ഇറാൻ പറഞ്ഞത് നമ്മൾ നാറ്റോ പോലെ ഈ മുസ്ലിം രാജ്യങ്ങളുടെ ഒരു ഏകീകൃത മുന്നണി ഉണ്ടാക്കണം, എന്നിട്ട് നമ്മളുടെ ഏതെങ്കിലും ഒരു രാജ്യത്തിനെ ആക്രമിച്ചാൽ നമ്മൾ എല്ലാവരും കൂടി തിരിച്ചാക്രമിക്കണം, അങ്ങനത്തെ ഒരു സഖ്യം ഉണ്ടാക്കണം എന്നുള്ളൊരു ഡിമാൻഡായിരുന്നു ഇറാൻ ആദ്യം മുതലേ മുന്നോട്ട് വെച്ചത്. ഇതിന് ശക്തമായിട്ട് സപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാനാണ്. പക്ഷെ മറ്റു രാജ്യങ്ങളൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. പിന്നെ അവിടെ രണ്ടാമത് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട കാര്യം അബ്രഹാം അക്കോർഡ്സിൽ ഒപ്പിട്ടിട്ടുള്ള യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും സൗദി അറേബ്യയും മൊറോക്കോയും, ഈ 3 രാജ്യങ്ങളും തീർത്ത് സൈലന്റ് ആയിരുന്നു. അവിടെ അവർ പ്രത്യേകിച്ച് ഒന്നും സംസാരിച്ചില്ല, പ്രസംഗിച്ചില്ല. പ്രത്യേകിച്ച് സൗദി രാജാവ് ഇപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളുടെ ഇടയിൽ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ശബ്ദം അദ്ദേഹത്തിൻ്റെതാണ്. ഏറ്റവും വലിയ ശക്തമായ രാജ്യം എന്നതിലേറെ വലിയ സിവിലൈസേഷണൽ ചേഞ്ചസ്, കൾച്ചറൽ ചേഞ്ചസ് വരുന്ന ഒരു രാജ്യം എന്ന നിലയിൽ, അറബ് രാജ്യങ്ങളുടെ ഇടയിൽ ഏറ്റവും പുരോഗമനപരമായി ചിന്തിക്കുന്ന ഒരാൾ എന്ന നിലയിൽ, പ്രത്യേകിച്ചും സമ്പന്നമായ രാജ്യം എന്ന നിലയിൽ, മാത്രമല്ല മക്കയും മദീനയും അടങ്ങുന്ന മുസ്ലിം വിശ്വാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിശ്വാസ കേന്ദ്രങ്ങൾ ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ തലവൻ എന്ന നിലയിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ആള് സൽമാൻ രാജാവാണ്. യുണൈറ്റഡ് അറബ് സൗദി അറേബ്യയുടെ സൽമാൻ രാജാവാണ്. പക്ഷെ അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ആ അവസരം ഒഴിവാക്കുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ഈ അബ്രഹാം അക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ട രാജ്യങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള ബന്ധം മോശമാവണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് സംസാരിക്കാതിരുന്നു എന്നാണ് പൊതുവെ വന്ന ഒരു ഒബ്സർവേഷൻ. നമ്മൾ നേരത്തെ ഈ അറ്റാക്കിനെ സംബന്ധിച്ചുള്ള പലതരത്തിലുള്ള അഭ്യൂഹങ്ങളെ കുറിച്ച് പറഞ്ഞു. ഖത്തർ അറിഞ്ഞുകൊണ്ടാണോ അറിയാതെയാണോ, ഇത്തരം കാര്യങ്ങളൊക്കെ ഏറെ നിൽക്കുകയാണ്. എന്തായാലും ശരി, പബ്ലിക് സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഖത്തർ അറിയാതെയാണ് ഇങ്ങനൊരു കാര്യം സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ഒരു പബ്ലിക് ആയിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റുകളും നമ്മൾ മനസ്സിലാവുന്നത്. അപ്പൊ ഇന്നടക്കം വാർ അനാലിസിസുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ വളരെ പ്രത്യേകതരമായിട്ടുള്ള മിസൈലുകൾ, ഒരു തരത്തിലുള്ള റഡാറുകൾക്ക് കണ്ടെത്താനാവാത്ത, അവർ പുറത്ത് കാണിച്ചിട്ടില്ലാത്ത, ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ അമേരിക്കയിൽ നിന്ന് ഡിഫൻസ് ഡോക്യുമെന്റ്സ് ചോർന്ന കൂട്ടത്തിൽ മാത്രം വളരെ ചുരുക്കമായി മാത്രം പുറത്തു വന്ന വിവരങ്ങളുള്ള ചില വെപ്പൺസ്, അത് ബഹിരാകാശത്തിൽ നിന്ന് പ്രയോഗിക്കുന്നതാണ്, എയറിൽ നിന്ന് പ്രയോഗിക്കുന്നതാണ്, അറ്റ്മോസ്ഫിയറിന് പുറത്ത് നിന്ന് പ്രയോഗിക്കുന്നതാണ്. ഒരു റഡാറിന് അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അറ്റ്മോസ്ഫിയറിന് പുറത്തു നിന്ന് പ്രയോഗിക്കുന്ന വെപ്പൺസ് ആയതുകൊണ്ട് ഈവൻ താഡ് സിസ്റ്റം ഒഴികെ ബാക്കി ഒരു മിസൈൽ ഡിഫൻസ് സിസ്റ്റത്തിനും ഇന്ന് ലോകത്തിൽ അത്തരം സാധനങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. താഡ് സിസ്റ്റം ഖത്തർ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അവരുടെ ഈ പാട്രിയോട്ട് സിസ്റ്റങ്ങൾക്കൊന്നും അത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് സൂപ്പർ അറ്റ്മോസ്ഫിയറിന് ഒത്തിരി മുകളിൽ സ്ട്രാറ്റോസ്ഫിയർ എന്നാണ് ഈ സംഗതി വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആർക്കും ഡിറ്റക്ട് ചെയ്യാനാവില്ല. മാത്രമല്ല അതൊരു പ്രത്യേക ആംഗിളിലാണ് ഈ പറഞ്ഞ മിസൈലുകളൊക്കെ വിന്യസിച്ചിട്ടുള്ള ഇവരുടെ ഡിറ്റക്ഷൻ, ശത്രു വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ആംഗിളിലേക്കൊക്കെ റഡാർസ് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ റഡാർസ് ഫോക്കസ് ചെയ്യാത്ത കൃത്യമായ ഒരു ആംഗിളിൽ നിന്ന് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് അറ്റാക്ക് നടന്നിട്ടുള്ളത് എന്ന തരത്തിലുള്ള ഒരു ഡീറ്റെയിൽഡ് അനാലിസിസ് എന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ഖത്തർ അറിഞ്ഞുകൊണ്ടായാലും ശരി, അറിയാതെയാണെങ്കിലും ശരി, അറ്റാക്ക് കഴിഞ്ഞു. അറബ് ഇസ്ലാമിക് ഉച്ചകോടിയും കഴിഞ്ഞു. ഇതിനൊരു ഫോളോ ഔട്ട് ആയിട്ട് ഇന്നലെ കണ്ട, അല്ലെങ്കിൽ ഇപ്പോൾ അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസാണ്, ഇവര് ഈ സൗദി രാജാവും പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്ററും കൂടി ഒരു പാക്ട് ഒപ്പിട്ടിരിക്കുന്നത്. അപ്പൊ ആ പാക്ടിൽ പറയുന്ന ഇതാണ്: എനി അഗ്രഷൻ അഗൈൻസ്റ്റ് ഐദർ കൺട്രി ഷാൽ ബി കൺസിഡേർഡ് ആസ് ആൻ അഗ്രഷൻ അഗൈൻസ്റ്റ് ബോത്ത്. അതായത് പാകിസ്ഥാനെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചാൽ അത് സൗദി അറേബ്യക്കെതിരെയുള്ള ആക്രമണമായിട്ട് പരിഗണിക്കും. അതുപോലെ സൗദി അറേബ്യക്കെതിരെ ആരെങ്കിലും ആക്രമിച്ചാൽ അത് പാകിസ്ഥാനെതിരെയുള്ള ആക്രമണമായിട്ട് അംഗീകരിക്കും. അപ്പൊ പാകിസ്ഥാൻ ഒരു ന്യൂക്ലിയർ വെപ്പൺ രാജ്യമാണ് എന്നറിയാം. അപ്പോൾ ഒരു ന്യൂക്ലിയർ വെപ്പൺ രാജ്യത്തിന്റെ പ്രൊട്ടക്ഷൻ സൗദി അറേബ്യ നേടിയിരിക്കുന്നു, അല്ലെങ്കിൽ നേടാൻ ശ്രമിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അമേരിക്ക പോലത്തെ ഒരു രാജ്യത്തിന്റെ പ്രൊട്ടക്ഷനുള്ള സൗദി അറേബ്യ ഇത്തരം ഒരു വിഡ്ഢിത്തരം കാണിക്കുമോ എന്നുള്ളതാണ് എന്റെ സംശയം. കാരണം പാകിസ്ഥാനെ പോലത്തെ ഒരു രാജ്യത്തെ ഏത് അടിസ്ഥാനത്തിലാണ് ഒരു സുഹൃത്തായിട്ട് കരുതാൻ കഴിയുക? കാരണം സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഇസ്രായേൽ ഒന്നുമല്ല, അത് ഇറാനാണ്. അവരുടെ എല്ലാ കാലത്തെയും ശത്രു ഇറാനാണ്. അപ്പൊ ഇറാനിൽ നിന്ന് ഒരു പ്രൊട്ടക്ഷന് വേണ്ടി ഇവര് കാലാകാലങ്ങളിൽ പാകിസ്ഥാനെ ഒരു സുഹൃത്താക്കി വെക്കാൻ ശ്രമിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതേ ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിന് ആവശ്യമായ ടെക്നിക്കൽ നോഹാവും ഫ്യൂവൽ സപ്ലൈയും ഒക്കെ ചെയ്യുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാനത് ഫ്യൂൽ ഉണ്ടായിട്ടില്ല. പാകിസ്ഥാൻ അത് ചൈനയിൽ നിന്ന് വാങ്ങി പാകിസ്ഥാൻ വഴി കടത്തി അത് ഇറാനിൽ എത്തിച്ചു കൊടുക്കുന്നതാണ്.
അതുപോലെ അതിന്റെ ടെക്നിക്കൽ നോഹാവും പോകുന്നത് പാകിസ്ഥാനിൽ. ഇതെല്ലാം കട്ടെടുത്ത ടെക്നിക്കൽ നോഹാവാണ്, സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതല്ല. പാകിസ്ഥാൻ്റെതും സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തതല്ല, നോർവേയിൽ നിന്ന് മോട്ടിച്ചോണ്ട് വന്നതാണ്. അപ്പൊ ഈ കട്ടെടുത്ത ടെക്നോളജി ഇത് ഇറാന് കൊടുത്ത, അതായത് സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള, കൺകണ്ട ശത്രുവായിട്ടുള്ള ഇറാന് ഈ ടെക്നിക്കൽ നോഹാവ് കൊടുത്തിട്ടുള്ള ഈ പാകിസ്ഥാനുമായി ഇത്തരത്തിലൊരു പാക്റ്റിൽ വരാൻ മാത്രമുള്ള ഒരു മണ്ടത്തരം ഈ സൽമാൻ രാജാവിന് ഉണ്ടോ എന്നുള്ളതാണ് എനിക്ക് കാര്യമായി തോന്നുന്ന ഒരു സംശയം. കാരണം പാകിസ്ഥാനെ ഒരു തരത്തിലും വിശ്വസിക്കാനാവില്ല. പാകിസ്ഥാനെ സംബന്ധിച്ച് അവർ ചൈനയോട് കൂട്ടുകൂടും, അവര് അമേരിക്കയോട് കൂട്ടുകൂടും, അവര് സൗദി അറേബ്യയോട് കൂട്ടുകൂടും, അവർ ഇറാനോട് കൂട്ടുകൂടും, അവരാരോടും കൂട്ടുകൂടും. അവർക്ക് ലോകത്തെ ഒറ്റ ശത്രുവുള്ളൂ. ആ ശത്രു എന്ന് പറയുന്നത് അവരുടെ തന്നെ സഹോദര രാജ്യമായ ഇന്ത്യയാണ്. അപ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വിഭജിച്ചതിന് ശേഷം അങ്ങേയറ്റം പടുകുഴിയിലേക്ക് വീണുപോയ രാജ്യത്തിന് അസഹനീയമായ അസൂയയാണ് ഇന്ത്യയോട്. അത് ഈ രാജ്യം രക്ഷപ്പെട്ടു എന്നുള്ളത് അവർക്ക് ചിന്തിക്കാനേ കഴിയാത്ത ഒരു രാജ്യമാണ്. അവരെ സംബന്ധിച്ച് അവര് വലിയ അവരുടെ അള്ളായാൽ പ്രൊട്ടക്ട് ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ അത് വല്ലാതെ അങ്ങ് ഫ്ലറിഷ് ചെയ്യുമെന്നും ഇത് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു രാജ്യമാണ്, തീർന്നു പോകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് മുഹമ്മദ് അലി ജിന്നയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും അങ്ങനെ ഒരു രാജ്യം സ്ഥാപിക്കുന്നത്. എന്തായാലും അവർ വിശ്വസിച്ച ആ ഫോഴ്സിന്റെ ക്വാളിറ്റി അവരുടെ രാജ്യത്ത് കാണാനുണ്ട്. അപ്പൊ അത് തകർന്ന തരിപ്പണമായി. ഈ രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് ലോകശക്തികളാവാൻ കുതിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിലുള്ള രാജ്യമാണ്. ലോകത്തിലെ എണ്ണപ്പെടുന്ന ഒരു രാജ്യമായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു. പാകിസ്ഥാൻ എന്ന് പറയുന്നത് ചവിറ്റുകൊട്ടയിലേക്ക് പോയ രാജ്യമായി മാറുകയും ചെയ്തു. അപ്പൊ ആ ഒരു രാജ്യത്തിന് അവർക്ക് ഒറ്റ ശത്രുവുള്ളൂ. ആ ശത്രു എന്ന് പറയുന്നത് ഇന്ത്യ മാത്രമാണ്. അപ്പൊ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ആരോടും ഒരു കൂട്ടുകൊടുക്കും. നേരെ മറിച്ച് സൗദി അറേബ്യ ഇന്ത്യയുടെ ഒരു തരത്തിലുള്ള ശത്രുവുമല്ല. ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിൽ യാതൊരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ ശത്രുതയോ ഉള്ള രാജ്യമല്ല. അപ്പം അത്രയും നല്ല റിലേഷനിലിരിക്കുന്ന ഇന്ത്യയുമായി അത്രയും നല്ല റിലേഷനിലുള്ള ഒരു രാജ്യം പാകിസ്ഥാനത്തെ പോലത്തെ രാജ്യത്തോടെ എനി അഗ്രഷൻ അഗൈൻസ്റ്റ് ഐദർ കൺട്രി ഷാൽ ബി കൺസിഡർഡ് ആസ് ആൻ അഗ്രഷൻ അഗൈൻസ്റ്റ് ബോത്ത് എന്ന് പറയുന്നത് വലിയ മൗഢ്യമാണ്. കാരണം പാകിസ്ഥാന്റെ നമ്പർ 1 ശത്രു ഇന്ത്യയാണ്. ഇന്ത്യയിൽ നിന്നൊരു ആക്രമണം പാകിസ്ഥാനിലേക്ക് ഉണ്ടായാൽ അത് സൗദി അറേബ്യക്കെതിരെ ഉണ്ടായ ആക്രമണമായിട്ട് സൗദി അറേബ്യക്ക് കരുതാൻ സാധിക്കുമോ? കാരണം സൗദി അറേബ്യ ഇന്ത്യയുടെ വളരെ സൗഹൃദത്തിലുള്ള ഒരു രാജ്യമാണ്. അപ്പൊ അത് അത്തരം ഒരു പാക്ട് എത്തി എന്നുള്ളത് അസോസിയേറ്റഡ് പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ റിലയബിൾ ആയിട്ടുള്ള സോഴ്സ് ആണ്. ഇതിന്റെ വിശദ വിവരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇസ്രായേലിൽ നിന്നോ മറ്റേതെങ്കിലും രാജ്യത്തിൽ നിന്നോ ഇതിനെ സംബന്ധിച്ച പ്രതികരണം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ആക്ച്വലി ഈ പാകിസ്ഥാൻ ഈ വെപ്പൺ ഡെവലപ്പ് ചെയ്യുന്ന കാലത്ത് സൗദി അറേബ്യയിൽ നിന്ന് ഇവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടിയതായി ധാരാളം റൂമേഴ്സ് ഉണ്ടായിരുന്നു. വിക്കിലീക്സ് എന്ന് പറയുന്ന ആ ഒരുപാട് ഇൻഫർമേഷൻ ചോർത്തിയെടുത്ത ആ ഒരു ഏജൻസി ചോർത്തിയ വിവരങ്ങളുടെ കൂട്ടത്തിലും, അമേരിക്കൻ ഏജൻസി ചോർത്തിയെടുത്ത വിവരങ്ങളുടെ കൂട്ടത്തിലും ഈ സൗദി അറേബ്യ പാകിസ്ഥാനെ സ്വകാര്യമായി രഹസ്യമായി അവരുടെ അണ്വായുധ വികസനത്തിന് വേണ്ടി വലിയ തോതിൽ സാമ്പത്തികമായി സഹായിച്ചിരുന്നു എന്ന ന്യൂസുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പൊ അവര് അങ്ങനെ പ്രൊട്ടക്ട് ചെയ്തത് ഇതൊരു മുസ്ലിം രാജ്യമാണ്. അപ്പൊ ആ മുസ്ലിം രാജ്യത്തിന്റെ ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടെങ്കിൽ നമുക്കൂടെ ഗുണപ്പെടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയിൽ നിന്നായിരിക്കാം. പക്ഷെ അന്നൊക്കെ സഹായിച്ച ആളുകള് സൽമാൻ രാജാവല്ല. സൽമാൻ രാജാവ് അങ്ങേയറ്റം വിദ്യാഭ്യാസമുള്ള ആളും വിവരമുള്ള ആളുമാണ്. അതിനു മുമ്പുള്ള ആളുകൾക്ക് മുസ്ലിം ഇസ്ലാം എന്നതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹത്തിന് അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ ശേഷിയുള്ള ആളാണ്. അപ്പൊ ഇദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പാക്റ്റിൽ സൗദി അറേബ്യയുമായിട്ട് പാകിസ്ഥാനുമായി ചേർന്നിട്ടുണ്ടോ എന്നുള്ളത് കൗതുകകരമായ ഒരു സംഗതിയായിട്ട് നമുക്ക് തോന്നണം. കാരണം ഇറാനെ സൗദി അറേബ്യയോടുള്ളതിനേക്കാൾ കൂടുതൽ ബന്ധം പാകിസ്ഥാന് ഇറാനുമായിട്ട്, സൗദി അറേബ്യയുടെ നേരെ എതിരെ നിൽക്കുന്ന ആർച്ച് റൈവലായിട്ടുള്ള ഇറാനുമായിട്ടാണ് പാകിസ്ഥാൻ ഉള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇവിടെ ഈ ന്യൂസിന്റെ ഇതെങ്ങനെയാണെന്നുള്ളതിന്റെ ഡീറ്റെയിൽസ് വരും ദിവസങ്ങളിലാണ് പുറത്തു വരിക. പക്ഷെ ഇതിന്റെ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്, വാട്ട് ഈസ് ദ കോൺസിക്വൻസ് ഓഫ് ദിസ്? ഇതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഇസ്രായേൽ അടുത്ത അടി അടിക്കാൻ പോകുന്ന പാകിസ്ഥാനാണ്. ഇതാണ് ഇതിന്റെ അടുത്ത കോൺസിക്വൻസ് വരാൻ പോകുന്നത്. കാരണം അറബ് രാജ്യങ്ങളുമായിട്ട് പാകിസ്ഥാൻ ഇത്തരത്തിൽ കൈകോർക്കുകയാണെങ്കിൽ, ഒരു ന്യൂക്ലിയർ ശക്തി എന്ന നിലയിൽ കൈകോർക്കുകയാണെങ്കിൽ, അറബ് രാജ്യങ്ങൾക്ക് ഒരു ന്യൂക്ലിയർ അംബ്രല്ല നൽകാൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഇറാന്റെ ന്യൂക്ലിയർ പവർ ഏത് തരത്തിൽ ഇസ്രായേൽ തകർത്തുവോ അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ കപ്പാസിറ്റിയും അവർ ഷണ്ഡീകരിച്ചിരിക്കും, അവർ തകർത്ത് കളഞ്ഞിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിന്റെ അടുത്ത അടി കൃത്യമായിട്ട് നമ്മുടെ അയലോക്കത്ത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത് പാകിസ്ഥാനായിട്ടായിരിക്കും.